എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ജൂലൈ 4th സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം. ഞങ്ങളുടെ ഇവിടുത്തെ ഉള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു പാർക്കിലെ പവലിയൻ ബുക്ക് ചെയ്ത് ഇവിടെ ഗ്രില്ല് ചെയ്ത് ഇവിടെയാണ് കഴിക്കുന്നത്. ഓക്കെ, എവിടെ പോയാലും നമുക്ക് ക്രിക്കറ്റ് തന്നെ എന്ന് പറഞ്ഞാണ് ഹൈസൻ ചേട്ടനും ടീമുകളും. പക്ഷെ എൻ്റെ അമ്മേ, ഷോ നമ്മുടെ വിരാട് കോഹ്ലിയാണോ അറിയാതെ ചിലപ്പോൾ എനിക്കിട്ട് വീക്കും. അതുകൊണ്ട് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ എന്നാ ഉള്ളത്? ഫ്രഷ് ലെമണേഡ്. ചെല്ല് കൊച്ചു മേടിച്ചോ. ഫ്രഷായിട്ട് ഉപ്പിട്ട് ഫ്രഷായിട്ട്. ആ മുഖത്തിൽ റിയാക്ഷൻ നാട്ടിൽ ലിസത്തെ കൊള്ളാമോ? ഇസ് ഇറ്റ് ഗുഡ്? കുഴപ്പമില്ല. ഞങ്ങളുടെ ഒഫീഷ്യൽ എന്നാ പറയുന്നത്, ഒഫീഷ്യൽ ബാർബിക്യൂ കുക്ക് എന്നൊക്കെ പറയുന്ന മാത്യു ചേട്ടൻ നല്ല ചിക്കനും പാറ്റീസും എല്ലാം വെന്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ ലേഡീസ് സെക്ഷനിലേക്ക് പോവുകയാണ്. ഇവളുമാരൊക്കെ ഇവിടെ എന്തൊക്കെയോ കളികൾ ഓൾറെഡി ഗെയിംസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ബർഗർ ഉണ്ടാക്കുന്നത് പിള്ളേരാണ്. ബർഗറിൻ്റെ സാമഗ്രികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ബർഗർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ റെഡിമെയ്ഡ് ക്യാമറ എടുത്തു ഒഴിയുന്ന സ്റ്റൈലായി ഇവിടെ അറത്തുകൊണ്ടിരിക്കുന്ന ടോണി ചേട്ടൻ അറക്കുന്നു. അവിടെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അരുൺ ചേട്ടൻ അറക്കലും പിഴിയലും. അതെ, അവിടെ പിന്നെ ഫുഡടിയോട് ഫുഡടി. വെറുതെ അല്ല, അവരുടെ ശരിക്കും നാട്ടിലെ പേര് അറക്കൽ എന്നാണ്. എല്ലാം വെന്തോന്ന് നോക്കട്ടെ കേട്ടോ. റെഡിയായോ? റെഡിയായി. ഇത് കണ്ടോ, നമ്മൾ തനതായ രീതിയിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. ചാർക്കോളിൽ അങ്ങനെയുള്ള സാധനത്തിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ ഓടിട്ടു. ഹോട്ട് ഡോഗ്സ് റെഡി ആവുന്നു. അങ്ങനെ സ്പൈസി നാരങ്ങവെള്ളം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങി ഓടിയിട്ടുണ്ട്. എന്നതാ സ്പൈസി നാരങ്ങവെള്ളം എന്നൊന്ന് കുടിച്ചു നോക്കാം. എവിടെയാ സ്പൈസി നാരങ്ങവെള്ളം? സെമി സ്പൈസി. അയ്യോ, ആരാണ്ടൊക്കെ തുമ്മുന്നു, ചുമയ്ക്കുന്നു. ഉണ്ടോ? ഇല്ലേ? ആശ ചേച്ചിക്ക് എരിവ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കുഴപ്പമില്ല. മല്ലിപ്പൊടി അത് തന്നെ. മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, ഇച്ചിരി വെജിറ്റബിൾ ഇട്ടാ സാമ്പാറാക്കാം. സാമ്പാർ. ആരാ ആ പ്രൊഫഷണലിസം കണ്ടോ? മധുരം വേണം, അത് തന്നെ ഞാനും പറഞ്ഞേ. ഇവരിവിടെ എന്നെ ഉണ്ടാക്കണേന്ന് നോക്കാട്ടോ. ഇവരിവിടെ എന്നെ ചെയ്യുന്നേ. ഇവര് ചിക്കന് മേക്കപ്പ് ഇടുന്ന്. ഭാര്യക്ക് മേക്കപ്പ് ഇട്ട് നല്ല ശീലമാണ് അനീഷ് ചേട്ടൻ. അതാ മേക്കപ്പ് ഇട്ട ചിക്കനെ അടുത്ത് തിരിച്ചിടുന്നു. പണ്ട് സലൂണിലായിരുന്നു തോന്നി. എന്താ ഒരു തന്മയത്വം. അടിപൊളി. അങ്ങനെ മേക്കപ്പ് ഇട്ട ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വീറ്റ് ബേബി റൈസിൻ്റെ ബാർബിക്യൂ സോസ്. ഇതാണ് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. എനിക്കും ഇഷ്ടമാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ബാർബിക്യൂവിൽ എപ്പോഴും മൊരിഞ്ഞ ചിക്കൻ നോക്കി എടുക്കണം എന്നുള്ളതാണ്. ഒരു മൊരിഞ്ഞ പീസ് നോക്കി തരൂ. അത് വേണ്ട, അത് മൊരിഞ്ഞിട്ടില്ല. എനിക്കത് മതി, താങ്ക് യു. എൻ്റെ മനസ്സറിഞ്ഞു. മലയാളിക്ക് കപ്പ ഇല്ലാതെ എന്താഘോഷം? കപ്പ ആൻഡ് ചമ്മന്തി. ഈ ചമ്മന്തി കഴിച്ചു കഴിഞ്ഞാൽ നാളെ ബാത്റൂമിൽ പോകേണ്ടി വരത്തില്ല. നല്ല അത്യാവശ്യം. അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റാണ് ഈ നിൽക്കുന്നത്, ഈ ചമ്മന്തിയുടെ. അതെ. ഈ അടുത്ത് നമ്മൾ ഗെയിം സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ശാസ്ത്രീയമായി എങ്ങനെ ബലൂൺ വീർപ്പിക്കാമെന്ന് ഇവിടെ കുറച്ച് പേർ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ ബലൂൺ പുറത്തേക്ക് ഊതുവാണോ അകത്തേക്ക് ഊതുവാണോ ഒന്നും മനസ്സിലാവണില്ല. ഞാൻ ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതെന്താ
ഇവിടെ സംഭവം ഇത് ഓണത്തിനുള്ള പ്രാക്ടീസ് ആണോ? ഇന്ന് കളിച്ചിട്ട് പോകും. അടിപൊളി. നമ്മുടെ സമ്മാനം നമ്മുടെ കൂടെയുള്ള ഒരാള് നിലത്ത് വീണ് കിടന്നിട്ടാണ് കണ്ടില്ലെന്ന് വെച്ചാൽ ഓടി എന്നാലും അവർക്ക് ജയം മാത്രമായിരുന്നു മനസ്സിലായി. അത് ഇങ്ങനെ പിടിച്ചു കൊടുക്കണോ ഇങ്ങനെ പിടിച്ചു കൊടുക്കണോ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ലേഡീസ് ഫസ്റ്റ്. യെസ്, താങ്കൾക്ക് ഈ നിമിഷം എന്താണ് പറയാനുള്ളത്? ഒന്നും പറയല്ലേ, ഇതിന് വേഗം തോക്കുന്നതായിരുന്നു. ഇവിടെ വാട്ടർ ബലൂൺ ത്രോ ചെയ്യുക ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിള്ളേരെല്ലാവരും സ്പ്ലാഷ് പാഡിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പോയി. ഇതോടുകൂടി ഇനി എല്ലാത്തിനെയും വിളിച്ച് കയറ്റണം, കാരണം കുറേ നേരമായി വെള്ളത്തിൽ കളിക്കുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. റാപ്പിംഗ് അപ്പ്. ഇവിടെ ആകെ ക്ലീൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരാള്. ഓഹോ നോക്കി, അണ്ണാറക്കണ്ണന് തന്നാലായത്. ദേ കണ്ടോ, ഇതാണ് അത് തന്നെ. നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.